അപ്പോൾ ഇന്ന് നമുക്ക് ഉച്ചയൂണിന് എങ്ങനെയാ വെച്ചാൽ നമ്മൾ വെജും നോൺ വെജും രണ്ടും ചേർന്നുകൊണ്ട്, അതായത് നമുക്കിന്ന് മീൻ കറി നമ്മൾ നല്ല ചെറിയ മത്തി, അത്യാവശ്യം വലിപ്പമുള്ള മത്തി തന്നെയാണ്, അത് വഴറ്റിയൊക്കെ മുളകിട്ടതാണ്. അങ്ങനെയാണ് ഇപ്പം ഇന്ന് കറി. പിന്നെ നമുക്ക് നല്ല പഴുത്ത മത്തനാണ്, അതുകൊണ്ട് എരിശ്ശേരി ഉണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഇന്ന്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ ആരംഭിക്കായി. നമ്മൾ വ്യൂസ് വിത്ത് രാജൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഏതായാലും ഇപ്പോൾ ഇന്ന് ഇതാണ് നമ്മളെ മീൻകറി. അത് മത്തിയാണ്. മത്തി നമ്മൾ വഴറ്റി മുളകിട്ടത്. പിന്നെ നമുക്കിന്ന് നല്ല പഴുത്ത മത്തൻ കൊണ്ടുള്ള എരിശ്ശേരി. അങ്ങനെയാണ് ഇന്ന് മത്തി കറി, മത്തൻ എരിശ്ശേരി. അപ്പോൾ നമുക്ക് ഏതായാലും ഇനി തുടങ്ങാം. ഏതായാലും മത്തി ആദ്യം തന്നെ നോക്കാം. അധികമില്ല, കുറച്ച് മത്തിയുള്ളൂ. അപ്പോൾ ഇനി മീൻ നന്നാക്കാം. ഇത് 1/2 കിലോൻ്റെ താഴെയുള്ളൂ, ഒരു 400 ഗ്രാമിന് അടുത്തേ ഉള്ളൂ. 350 അത്ര തന്നെ ഉള്ളൂ. ഇത്രേ വാങ്ങിയിട്ടുള്ളൂ. കറി വയ്ക്കാൻ മാത്രമാണല്ലോ. ഇനിയിപ്പോൾ അതൊക്കെ നന്നാക്കൽ. ഇനി അതിലേക്കുള്ള ചേരുവകൾ അതിവിടെ ഉണ്ട്. ഇനി അതൊക്കെ ഒന്ന് നന്നാക്കിയെടുക്കണം. ഉള്ളി, തക്കാളി, പച്ചമുളക്, അതൊക്കെ. ഇന്നിത് മുളകിട്ടിട്ടാണ് അങ്ങനെ ഉണ്ടാക്കുന്നത്. അപ്പോൾ പിന്നെ വഴറ്റിയിട്ടൊക്കെയാണ്, അതുകൊണ്ട് പിന്നെ ഉള്ളിയും എല്ലാം വേണം. ഇത് കഴിഞ്ഞിട്ട് പിന്നെ മത്തൻ്റെ എരിശ്ശേരി. അപ്പോൾ അതൊക്കെ ഇവിടെ നുറുക്കി വെച്ചു. മീനൊക്കെ ഇവിടെ ഉണ്ട്. ഇനിയിപ്പോൾ നമ്മൾ പുളി പിഴിഞ്ഞ് ഈ ഒരു ചട്ടിയിലുണ്ട് ഒക്കെ പുളി പിഴിഞ്ഞൊക്കെ റെഡിയാക്കി വയ്ക്കാം. പിന്നെ വഴറ്റുന്നത് വേറെ പാത്രത്തിലാണ്, എന്നാലും ഇതിൽ ഒക്കെ ഒന്ന് പുളിയിൽ ഒന്ന് ഇട്ട് വയ്ക്കാം കുറച്ച് സമയം. ഇനിയിപ്പോൾ നമുക്ക് പാത്രം വെച്ച് നമുക്കിനി വെളിച്ചെണ്ണ ഒഴിക്കാം. ഈ പാത്രത്തിലാണ് നമ്മൾ കറി വയ്ക്കുന്നത്. പിന്നെ ഇപ്പോൾ വലിയ ഉള്ളിയും പച്ചമുളകൊക്കെ അതൊക്കെ നന്നാക്കി വഴറ്റിയെടുക്കാം. മത്തി ഇങ്ങനെ മുളകിട്ട നല്ല ടേസ്റ്റാണ്, നല്ല പോലെ വഴറ്റിയിട്ട്. ഇനിയിപ്പോൾ തക്കാളി, പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഇനിയിപ്പോൾ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, പിന്നെ നമ്മൾ മീൻ കഷ്ണങ്ങൾ പുളിയിലിട്ട് വെച്ചത്. ഇനിയിപ്പോൾ അതൊക്കെ നന്നാക്കിയൊന്ന് ആ ഒരു മസാലയിൽ ഇത് നന്നാക്കിയൊന്ന് പിടിപ്പിക്കാം നമുക്ക്. കുറച്ച് വെള്ളം, നമുക്ക് ചെറുതായിട്ടൊരു വെള്ളം വേണം. പിന്നെ എന്തായാലും വറ്റും. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് വേവിച്ചെടുക്കാം നമുക്ക് അടച്ചു വെച്ചിട്ട്. ഇപ്പോൾ പിന്നെ എളുപ്പമുണ്ടല്ലോ, എളുപ്പം വേവുമല്ലോ മീൻ. ഇനി കറിവേപ്പില ഇട്ട് കൊടുക്കാം. അപ്പോൾ മീൻ കറി ഇവിടെ റെഡിയായി. നമുക്ക് ഇനിയിപ്പോൾ എന്ന് വെച്ചാൽ മത്തൻ, ഒരു ചെറിയ മത്തനാണ്, നല്ല മൂത്ത മത്തൻ തന്നെയാണ്, കണ്ടാലും അറിയാം. പിന്നെ നമുക്ക് ചെറുത് മതി, അപ്പോൾ അതുകൊണ്ട് ചെറുത് തന്നെ നോക്കി വാങ്ങിയാണ്. ഇനിയിപ്പോൾ ഇതുകൊണ്ടുള്ള എരിശ്ശേരി, നമ്മൾ തേങ്ങയൊക്കെ വറുത്തിട്ടിട്ട് തന്നെ ഉള്ള എരിശ്ശേരി, സാധാരണ വയ്ക്കുന്ന പോലെ. ഇനിയിപ്പോൾ അത് നുറുക്കാം നമുക്ക്. പിന്നെ എന്താ വെച്ചാൽ വേവിച്ച് നമുക്കൊന്നുകൊണ്ട് ഉടച്ചെടുക്കാമല്ലോ, എരിശ്ശേരി ആവുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഇവിടെ ആയി.
ഇതാ ഈ പാത്രത്തിലാണ് നമ്മൾ എരിശ്ശേരി ഉണ്ടാക്കുന്നത്. പിന്നെ അതിലേക്ക് ഇതാ തേങ്ങ അത്യാവശ്യം നല്ല അരച്ചത് ഉണ്ടായിക്കോട്ടെ. അപ്പോൾ തേങ്ങ എടുക്കുന്നുണ്ട് ചെറിയത്. പിന്നെ ഇതാ ചെറിയ ജീരകവും അത് അരച്ചെടുക്കാനുള്ളതാണ്. ഇവിടെ നമുക്ക് ഇതിൽ ഉപ്പിടാം, പാകത്തിന് വെള്ളം, അധികം വേണ്ട. ഇതാ അപ്പോൾ ഇന്നിങ്ങനെ തിളച്ച് വരുന്നതോടുകൂടി തന്നെ നമുക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി അത് ചേർക്കാം. ഇനിയിപ്പോൾ ഇതാ നല്ലപോലെ വന്നിട്ടുണ്ട് അരച്ച് വെച്ചത് അത് ചേർക്കാം. അതൊക്കെ വന്നതാണ്. ഇനി നമുക്കിത് വറുത്തിട്ടാണ് വേണ്ടത്. വെളിച്ചെണ്ണയിൽ കടുക്, പിന്നെ ഇതാ വറ്റൽമുളക്, പിന്നെ കറിവേപ്പില. ഇനിയിപ്പോൾ തേങ്ങ ചിരകിയത് ഒന്നുകൊണ്ട് വഴന്ന ശേഷം ഈ തേങ്ങ ചിരകിയതും നല്ലപോലെ ഇനി മൂപ്പിച്ചിട്ട് എടുക്കാം. ഈ കറിവിടായി, അതുപോലെ എരിശ്ശേരി അതുകൂടായി. ഇനിയിപ്പോൾ നമുക്ക് ഊണ് കഴിക്കല്ലേ. അതെ, ഇപ്പോൾ ഊണ് കഴിക്കായി. ഇനിയിപ്പോൾ മീൻകറി, പിന്നെ എരിശ്ശേരി, പപ്പടം കാച്ചിയത്. അപ്പോൾ അങ്ങനെയാണ് ഇപ്പം ഇന്ന് വെജിറ്റബിൾ, നോൺ വെജ് എല്ലാം ചേർത്തുകൊണ്ടുള്ള ഒരു ഊണ്. മത്തനരിശ്ശേരി പിന്നെ തേങ്ങ അരച്ചതായതുകൊണ്ട് ആണ് നമ്മൾ മീൻ പിന്നെ മുളകിട്ടത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കായി. അടുത്ത പുതിയൊരു വീഡിയോ നമുക്ക് ഉടൻ തന്നെ കാണാം.